ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചതാരാണ്? ഡോക്ടർ രാധാകൃഷ്ണനാണ് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചത്. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ കൃതികൾ രചിച്ചത് ഡോക്ടർ രാധാകൃഷ്ണനാണ്. ഹിന്ദ് സ്വരാജ് രചിച്ചതാരാണ്? ഗാന്ധിജിയാണ് ഹിന്ദ് സ്വരാജ് രചിച്ചത്. ഹിന്ദ് സ്വരാജ് രചിച്ചത് ഗാന്ധിജിയാണ്. ഹിമാലയം ഏതു തരം ശിലകളാൽ നിർമ്മിതമാണ്? അവസാദ ശിലകളാൽ നിർമ്മിതമാണ് ഹിമാലയം. ഹിമാലയം അവസാദ ശിലകളാൽ നിർമ്മിതമാണ്. ജാദുഗുഡ ഖനി ഏത് ധാതുവിന് പ്രസിദ്ധമാണ്? യുറേനിയം എന്ന ധാതുവിന് പ്രസിദ്ധമാണ് ജാദുഗുഡ ഖനി. ജാദുഗുഡ ഖനി യുറേനിയം എന്ന ധാതുവിന് പ്രസിദ്ധമാണ്. GS അയ്യർ 1978 ആരംഭിച്ച പത്രം ഏതാണ്? ദ ഹിന്ദു ആണ്. GS അയ്യർ 1978 ആരംഭിച്ച പത്രം. GS അയ്യർ 1978 ആരംഭിച്ച പത്രം ദ ഹിന്ദു ആണ്. നൊബേൽ സമ്മാനം നേടിയ ആദ്യ പാകിസ്ഥാൻകാരൻ ആരാണ്? അബ്ദസ് സലാം. ഫിസിക്സിൽ 1979 നൊബേൽ സമ്മാനം നേടിയ ആദ്യ പാകിസ്ഥാൻകാരൻ. നൊബേൽ സമ്മാനം നേടിയ ആദ്യ പാകിസ്ഥാൻകാരൻ അബ്ദസ് സലാം ആണ്. ഫിസിക്സിൽ 1979. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം ഏതാണ്? തലച്ചോറാണ്. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം. മെനിഞ്ചൈറ്റിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം തലച്ചോറാണ്. മെർദേക്ക കപ്പുമായി ബന്ധപ്പെട്ട കളി ഏതാണ്? ഫുട്ബോളാണ്. മെർദേക്ക കപ്പുമായി ബന്ധപ്പെട്ട കളി. മെർദേക്ക കപ്പുമായി ബന്ധപ്പെട്ട കളി ഫുട്ബോളാണ്. ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? വിക്രം സാരാഭായി ആണ് ISROയുടെ ആദ്യ ചെയർമാൻ. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായി ആണ്. IC ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സിലിക്കൺ ആണ്. IC ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം. IC ചിപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ ആണ്. പോളിയോ തുള്ളിമരുന്നിൻ്റെ ഉപജ്ഞാതാവാരാണ്? ആൽബർട്ട് സാബിൻ ആണ് പോളിയോ തുള്ളിമരുന്നിൻ്റെ ഉപജ്ഞാതാവ്. പോളിയോ തുള്ളിമരുന്നിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് സാബിനാണ്. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് സാധാരണയായി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? തുരുമ്പാണ് ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്